to invite Mr. Pradeep CS from Fast Films. Pradeep ആയെ കൂടി Fast Films വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. Fast Films ആണ് ഈ ഒരു സിനിമ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇവിടെ ഇങ്ങനെ വരാൻ സാധിച്ചത്. ബിക്കോസ് നിങ്ങളെല്ലാവരും മാർഗം കണ്ടോ? കാണാത്തവർ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത് 18 വയസ്സാവണം ആയിട്ടില്ല. എനിവേസ് ഒരുപാട് സന്തോഷം. ഞാൻ പേഴ്സണലി ഈ സിനിമ ചെയ്യാൻ ഒരുപാട് കാത്തിരുന്ന് ചെയ്ത സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ആക്ഷൻ സിനിമ ചെയ്യുന്നത്. നിങ്ങൾ കാരണമാണ് ഈ സിനിമ ഇത്രയും വലിയ വിജയമായത്. അതുകൊണ്ട് തന്നെ എൻ്റെ മാർക്കോ ടീമിൻ്റെ ഭാഗത്ത്, അതായത് സിനിമയുടെ റൈറ്റർ ഡയറക്ടർ ഹനീഫ് അദനി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഷെരീഫ് ഒരു തിരക്ക് കാരണം നാട്ടിലുണ്ട്. ഇതിൻ്റെ DOP ചന്ദ്രു, അതേപോലെ തന്നെ കൂടെ അഭിനയിച്ച എല്ലാവരും, കപിൽ കുമാർ സിംഗ്, ഞാൻ ഇവിടെ മലയാളത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന യുക്തി, ഇവരെല്ലാവരുടെ ഭാഗത്ത് ഞാൻ ജുമാന, ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ, എൻ്റെ ടീം ഓഫ് മാർഗോ, ഞാൻ താങ്ക് യു ഓൾ. വലിയൊരു വിജയമാണ്. ദാറ്റ് ഈസ് ആദ്യമായിട്ടാണ് ഒരു മലയാളത്തിൽ നിന്ന് ഒരു സിനിമ ഓൾ ഇന്ത്യ ലെവലിൽ ഇത്രയും വലിയ വിജയം നേടിയത്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ മലയാളി കുടുംബങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പടം ഹിന്ദിയിൽ ഡബ് ചെയ്തിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ നിന്ന് ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഇത്രയും വലിയ വിജയം ഉണ്ടാക്കിയത്. നമുക്ക് എല്ലാവർക്കും എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ നിന്നൊരു മലയാള സിനിമയെ നമുക്ക് ഇത്രയും കൊണ്ടുപോകാൻ സാധിച്ചതിൽ എനിക്ക് ഐ എം പേഴ്സണലി ഫീലിംഗ് പ്രൗഡ്. ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബിക്കോസ് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഇത്രയും വർഷം, എൻ്റെ ഏറ്റവും ആദ്യ സിനിമ മുതൽ ഏറ്റവും അവസാനം ഇറങ്ങിയ സിനിമയുടെ പാട്ട് വെച്ച് ഡാൻസ് ചെയ്ത് അതിനെ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ എൻ്റയർ കരിയർ എൻ്റെ കണ്ണിൽ മുന്നിൽ കൂടെ പോയതുപോലെ തോന്നിയത്. മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന മോനോട് ഞാൻ ചോദിച്ചു എത്ര വയസ്സായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് 10-11 വയസ്സായിട്ടുള്ളൂ. പക്ഷെ ആ മല്ലു സിംഗ് എന്ന സിനിമ ഇറങ്ങിയിട്ട് 12 വർഷങ്ങളായത്. ഇറ്റ്സ് എ ബിഗ് തിങ്. അവൻ ജനിച്ചിട്ടില്ല അന്ന്. ബട്ട് ആ സിനിമയെ നിങ്ങൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തു, എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിനിമ കാണാത്തവർ സിനിമ കാണണം. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത സിനിമയാണ്. എല്ലാവർക്കും ഓൺ ബിഹാഫ് ഓഫ് ദി എൻ്റയർ ടീം ഞാൻ ഇതിൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, ഈ പരിപാടി ഇത്രയും ഗംഭീരമായിട്ട് ഓർഗനൈസ് ചെയ്ത ഫാസിനും എൻ്റെ അടുത്ത സുഹൃത്ത് പ്രദീപിനും ആൻഡ് എവ്രിവൺ, വൈശാഖ്, എവ്രിവൺ ദ ടീം, ഇവിടെ വന്ന എല്ലാവരും, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നയീമിൻ്റെ ആക്ഷൻ സിനിമ ആയതുകൊണ്ടായിരിക്കും ഞാൻ പൊട്ടിയത്. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഡയലോഗ് പറയണോ? ഞാൻ അങ്ങനത്തെ ഒരാളല്ല. But you are still dealing with the wrong person. Okay. ഉണ്ണി, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ബോഡിയുടെ കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. താങ്കൾ എപ്പോഴും ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ മെന്റലി എത്രമാത്രം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇത്രയും വയലൻസ് ഉള്ള ഒരു മൂവിയാണ് വരുന്നുള്ള കാര്യമൊക്കെ ആദ്യം തന്നെ അറിയുമ്പോഴത്തേക്ക് ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ആക്ച്വലി സ്ട്രെസ് ആയിരുന്നു. ബിക്കോസ് എന്നെ കഴിഞ്ഞ 2018 മുതൽ ഞാൻ കോൺസ്റ്റൻ്റ്ലി ഫാമിലി ഓറിയൻറ്റഡ് സിനിമകളാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ A സർട്ടിഫിക്കറ്റായി സിനിമ വരുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക്, ദാറ്റ് ഈസ് എന്നെ ഇഷ്ടപ്പെടുന്ന മാളികപ്പുറം ജയഗണേഷൊക്കെ കണ്ട് ചെറിയ കുട്ടികൾ സിനിമ കാണാൻ വരുന്നത് ഡെഫിനറ്റ്ലി പാരൻസിനൊക്കെയാണ്. അപ്പോൾ ആക്ഷൻ സിനിമ വരുമ്പോൾ നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടി. അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സിനിമ കാണാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഉണ്ടായി ഇടയ്ക്ക് വെച്ച്. പക്ഷേ ഇപ്പോൾ ഫാമിലീസ് എല്ലാവരും സിനിമ കാണാൻ പോകുന്നുണ്ട്. ഒരു ആക്ഷൻ സിനിമ A സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു A പടം എന്ന് പറഞ്ഞിട്ട് ഒരു മോശപ്പെട്ട രീതിയിലാണ് അതിനെക്കുറിച്ചുള്ളൊരു ഇംപ്രഷൻ. ബട്ട് ഇതൊരു A സർട്ടിഫിക്കറ്റ് സിനിമയാണെന്ന് പറയുമ്പോഴും ഒരു ഗ്ലോറിഫൈഡ് ആക്ഷൻ ഒന്നുമല്ല, ഒരു ആക്ഷൻ സിനിമ. ആക്ഷൻ്റെ നമ്മൾ അന്യഭാഷ സിനിമകൾ കേരളത്തിൽ വരുമ്പോൾ ഒരുപാട് കളക്ഷൻ ആൾക്കാർ എല്ലാവരും പോയി കാണുന്നത് കണ്ടിട്ട് തന്നെയാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു നല്ലൊരു ഇടിവെട്ട് ആക്ഷൻ സിനിമ എടുത്തുകൂടാതെ. സർട്ടിഫിക്കേഷൻ ഏത് വന്നപ്പോൾ എനിക്കൊരു സ്ട്രെസ് വന്നു. ബട്ട് 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ സിനിമ ധൈര്യമായിട്ട് കാണാം. ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ദാറ്റ്
ആക്ഷൻ ഉണ്ട്. ഞാനും 7 വർഷമായിട്ട് ആക്ഷൻ സിനിമകളൊക്കെ മാറി നിന്നപ്പോൾ തിരിച്ച് ആക്ഷനിലേക്ക് വരുമ്പോൾ നല്ലൊരു ആക്ഷൻ പടം. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഞാൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും വയലന്റ് ആയ ഒരു സിനിമ ആയിരിക്കും മാർക്കോ എന്ന്. ബട്ട് ആഫ്റ്റർ റിലീസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വയലന്റ് ആൻഡ് ഏറ്റവും ആക്ഷൻ ഡോമിനേറ്റഡ് നിൽക്കുന്ന സിനിമയായിട്ടാണ് മാർക്കോ മാറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ എൻജോയ് ചെയ്യണം, തിയേറ്ററിൽ തന്നെ പോകണം. ബിക്കോസ് KGF നിന്നൊക്കെ KGF മ്യൂസിക് കൊടുത്ത രവി ബസൂർ സാറിനൊക്കെയാണ് നമ്മൾ വലിയ പേയ്മെന്റ് അല്ലെങ്കിൽ വലിയൊരു തുക, അതായത് മലയാള സിനിമയിൽ സാധാരണ ഇത്രയും എക്സ്പെൻഡിച്ചർ. എനിക്ക് ഷെരീഫിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഷെരീഫിനോടുള്ള ബഹുമാനം എന്താണെന്ന് വെച്ചാൽ, വലിയ സിനിമ എടുക്കണമെങ്കിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. ആൻഡ് ഷെരീഫിന്റെ നിർബന്ധം വെച്ചിട്ടാണ് നമ്മൾ രവി ബസൂർ സാറിനെ ഈ സിനിമയിൽ കൊണ്ടുവന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, KGF പോലത്തെ സിനിമ വന്നപ്പോൾ ഭയങ്കരമായിട്ട് മ്യൂസിക്കിനെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. സോ വൈ നോട്ട് ഇൻ മലയാളം എന്നും കൂടി നമുക്കൊരു ചിന്ത വന്നു. നല്ല രീതിയിൽ ടെക്നീഷ്യനെ കൊണ്ടുവന്ന് ഈ ഒരു വലിയ സിനിമ ഒരുക്കി. നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഒരു ചെറിയൊരു കാര്യം കൂടി പറയണം. ഈ അടുത്തായിട്ട് പടത്തിൻ്റെ ഒരു HD വേർഷൻ ഓഫ് ദി പൈറേറ്റഡ് വേർഷൻ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഐ ജസ്റ്റ് ഹാവ് എ റിക്വസ്റ്റ്, ഇത്തരം വലിയ സിനിമകൾ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണും. തിയേറ്ററിലെ എക്സ്പീരിയൻസ് വലിയ എക്സ്പീരിയൻസ് ആണ്. അതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഞാൻ എനിക്ക് പറഞ്ഞെടുക്കാൻ പറ്റില്ല, നമുക്ക് ഫോണിൽ കാണുന്ന പോലെ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഇനി വരുന്ന സിനിമകൾ ആരും പ്രിന്റ് കോപ്പി കാണാതെ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ബിക്കോസ് അത് മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും. അതും കൂടി എനിക്ക് പറയാനുണ്ട്. അതർവൈസ് എനിക്കൊരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു സിനിമ വിജയിക്കുമെന്ന്. ഇത്ര വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു. ഉണ്ണി സാധാരണ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ആക്ടേഴ്സ് പറഞ്ഞു കേൾക്കാറുണ്ട്, ആ കഥാപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് സമയം വേണ്ടി വന്നു, തെറാപ്പി വേണ്ടി വന്നു എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ സിനിമയായിട്ട് മാത്രം കാണുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ദാറ്റ് ഈസ് സിനിമ നമ്മൾ അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യും. കാര്യം നമ്മളെ തന്നെ മറന്ന് മറ്റ് ഒരു ലോകത്തേക്ക് പോകുന്നതൊന്നും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഒരേ ഒരു തവണ ഞാൻ ക്ലിൻറ്റ് എന്ന സിനിമ ചെയ്തപ്പോൾ എനിക്ക് ഒരു കുഞ്ഞിൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതർവൈസ് ഐ ഫീൽ ദാറ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഇമോഷണൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഒരു സിനിമ കണ്ടിട്ട് ഞാൻ സിഗരറ്റ് വലിച്ചെന്നോ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ യുദ്ധത്തിന് പോയെന്നോ ഞാൻ ഇതുവരെ കേൾക്കുന്നില്ല. അതൊരു 10-40 വർഷം മുന്നേ ജനറേഷൻ മാറി. ഐ തിങ്ക് ഇന്നത്തെ ജനറേഷൻ റിയലി ടാലൻറ്റഡ് ആയ കുട്ടികളാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഐഫോണിലാണ് അവർ കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മളൊക്കെ ഈ അടുത്തായിട്ടാണ് ഐഫോൺ കാണുന്നത്. ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടികളൊക്കെ ഐഫോൺ, അവരുടെ ഇന്റലിജൻസ് ലെവൽ ഇസ് ടു മച്ച്. സോ ഞാനും ഇതന്നെ വിശ്വസിക്കുന്നു. എത്ര വലിയ ആക്ഷൻ സിനിമയാണെങ്കിലും അതൊരു സിനിമയാണെന്ന് ജഡ്ജ് ചെയ്യാനുള്ള ഒരു ഇന്റലിജൻസ് നമ്മുടെ ഓഡിയൻസിനുണ്ട്. ഐ ഡോണ്ട് ടേക്ക് ദം ഫോർ ഗ്രാൻറ്റഡ്. ഉണ്ണിക്ക് വേണ്ടി ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഇവിടെ ഒരാൾ കൊണ്ടുവന്നു.